ഹലോ എവരിവൺ. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും കാത്തിരുന്ന PSCയുടെ പരീക്ഷാ കലണ്ടർ ഇതാ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന എല്ലാ പരീക്ഷകളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകളായിരുന്നല്ലോ നമ്മുടെ LGSും അതേപോലെ തന്നെ ബെവ്കോ LDയും. ഇത്തവണ അത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് ഒരൊറ്റ പരീക്ഷയായിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം എന്തുണ്ടാവും, 10th പ്രിലിംസ് ഉണ്ടാവും. നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ 10th പ്രിലിംസിന്റെ ഡേറ്റ് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്കായിരിക്കും. രണ്ട് പരീക്ഷയല്ല, 3 പരീക്ഷയുണ്ട്. നമ്മുടെ കമ്പനി ബോർഡ് LGS ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, സ്റ്റോർമാൻ, നമ്മുടെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സ്റ്റോർമാൻ പരീക്ഷയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാത്തിരുന്ന ബെവ്കോ LD പരീക്ഷയും എന്തുണ്ട്, നമ്മുടെ 10th പ്രിലിംസിന്റെ കൂടെ ഉണ്ട്. ഒരിക്കലും നിങ്ങൾ ഡേറ്റ് മറന്നു പോകരുത്. ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്കുള്ള ഏതൊരു ദിവസവും നമുക്ക് എന്ത് വരാം, പരീക്ഷ വരാം. സമയമുണ്ട്, ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. പഠിക്കാനായിട്ട് നമുക്ക് മുന്നിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ മെയിൻസ് എക്സാം വരാൻ പോകുന്നത് ഒക്ടോബറിനും ഡിസംബറിനും ഇടയ്ക്കും എപ്പോഴെങ്കിലും ആയിരിക്കാം. ഓക്കെ, അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പരീക്ഷയ്ക്ക് കുറച്ചു മുമ്പ് മാത്രമാണ് നമുക്ക് ആ ഒരു മാസത്തെ കലണ്ടർ വരുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുക. അപ്പോൾ ഇതുവരെയുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള തീയതികൾ എന്ന് പറയുന്നത് എപ്പോഴാണ്, നമ്മുടെ പ്രിലിംസ് എന്ന് പറയുന്നത് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിലായിരിക്കും. അതേപോലെ തന്നെ മെയിൻസ് എന്ന് പറയുന്നത് ഒക്ടോബറിനും ഡിസംബറിനും ഇടയിലായിരിക്കും. ഓക്കെ, ഇനി സിലബസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ 10th പ്രിലിംസിനും അതേപോലെ മെയിൻസിനും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 2 സിലബസ് ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രിലിംസിന്റെ സിലബസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, 100 മാർക്കിലുള്ള OMR ഷീറ്റുള്ള പരീക്ഷയായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 60 മാർക്ക് എപ്പോഴും നമ്മുടെ 10th പ്രിലിംസിന് എന്തായിരിക്കും, GK ആയിരിക്കും. അതായത് ജനറൽ നോളജ് ആയിരിക്കും 60 മാർക്ക്. അതിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മുടെ ഹിസ്റ്ററി ഉണ്ടായിരിക്കും, ജോഗ്രഫി ഉണ്ടായിരിക്കും, ആർട്സ് ഉണ്ടായിരിക്കും, കൾച്ചർ ഉണ്ടായിരിക്കും. അങ്ങനെ 60 മാർക്കിന്റെ ഒരു GK ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് 10 മാർക്ക് ജനറൽ സയൻസും 10 മാർക്ക് നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസും, അങ്ങനെ 20 മാർക്കിന് എന്തുണ്ടാവും, നമുക്ക് സയൻസ് വിഷയങ്ങൾ ഉണ്ടായിരിക്കും. അതിനുശേഷം പിന്നെ ഉണ്ടാവുന്നത് മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി ആണ്. നമുക്ക് മാത്സ് എന്നും പറഞ്ഞു മെന്റൽ അബിലിറ്റി എന്നും പറഞ്ഞു 10 മാർക്കായിട്ട് 20 മാർക്കിനായിരിക്കും നമുക്ക് മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അധികം പാടുള്ള ഒരു പരീക്ഷയൊന്നുമല്ല, പ്രിലിംസ് പരീക്ഷയാണ്. ഇപ്പോഴേ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ജൂലൈ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് പരീക്ഷയ്ക്കായിട്ടുള്ള ഫുൾ കോൺഫിഡൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോഴേ പഠിച്ചു തുടങ്ങാമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യത്തിലധികം സമയമുണ്ട്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ സെപ്റ്റംബർ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് സിലബസ് സെറ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ എല്ലാവരും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് വരിക. പുതിയ ബാച്ചുകൾ നമുക്ക് ഉടനെ തുടങ്ങണം. ഈ പറയുന്ന കമ്പനി ബോർഡ് LGSനും അതേപോലെ ബെവ്കോ LDക്കൊക്കെ പുതിയ ബാച്ചുകൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.